ഇത് ചെറിയൊരു ഇൻട്രോ ആണ്. അതായത് പിന്നെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്തേ നീ എന്തിനാ ഷെഫീന ബീബിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കെന്താണെന്ന് വെച്ചാൽ സത്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സത്യം പറയും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം സേതാലിസം എന്ന് പറയുന്ന ചാനൽ ഭയങ്കരമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നതാണല്ലോ. ഇപ്പം നമ്മുടെ ഹനാൻ ഇതിനടുക്ക് എന്തോ ഒരു പറഞ്ഞോ, ഡ്രസ്സ് ഇട്ടോ എന്തോ വന്നപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രീണുസുതി, അതുപോലെ പിന്നെ ഏതോ ഒരു ബ്ലോഗർ അവിടെ കിടന്നിട്ട് എന്തോ കോപ്രായം കാട്ടി എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും വരുന്ന സീതാലിസത്തിന് ഈ ഒരു കാര്യത്തിൽ മാത്രം തെറ്റിയിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിൽ അടി തെറ്റിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ചപ്പിള്ളയാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് തന്നെ മിണ്ടാതിരിക്കാം എന്നുള്ള നിലപാട് പാടില്ല. നമ്മൾ നിലപാട് പറയുമ്പോഴേ, അതായത് ഷെഫീന ബീബി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നമ്മൾ നിലപാട് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കണം. ഷെഫീന ബീബി വിഷയത്തിലെ ഇരട്ടത്താപ്പുകളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഷെഫീന ബീബി പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, ശരിയാണ്. അതുവരെ എന്ന് പറഞ്ഞാൽ ദയാ സുജിത്തിനെ എല്ലാവരും ഇട്ട് വലിച്ചു കീറി, ഷെഫീന ബീബിയും കീറി. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീവിയുടേത് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഷെഫീന ബീവി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടതും എല്ലാവന്മാരും കൂടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്കങ്ങ് മാറി. രേണുസുതി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയേണ്ടത്, മറ്റേ ആ ഒരു പെണ്ണുണ്ടല്ലോ കൃഷ്ണകുമാറിൻ്റെ മകള്, അവളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ വലിച്ചു കീറി അവർ. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ദയാ സുജിത്ത് എന്ന് പറയുന്ന ആ കുട്ടി മോഡലാണ്. അവൾ മോഡലിംഗ് പഠിച്ചവളാണ്. മോഡലിംഗ് പഠിച്ചവരായാലും ആരായി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴൊരു മാന്യത കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും കുറച്ച് ഫേമസ് ഒക്കെ ആണെങ്കിൽ അവരുടെ, അതായത് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനും ഈ രാഷ്ട്രീയ നേതാവിനും ഭയങ്കര പ്രശ്നമാവും. അതേപോലെ തന്നെയാണ് ഫീൽഡിലൊക്കെയുള്ള ഒരുപക്ഷെ നല്ല ആൾക്കാർ, ഒരുപാട് പേര് സ്നേഹിക്കുന്ന മഞ്ജു പിള്ളയുടെ മകൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് പേർക്ക് അത് വിഷയമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഷെഫീന ബീബി അങ്ങ് എല്ലാവരും അങ്ങ് എടുത്ത് കൊടുക്കുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം. സേതാലിസം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ്. എല്ലാവരെയും നല്ല രീതിയിൽ തേച്ച് വിടുന്ന ഒരു ചാനൽ തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്ത്രധാരണത്തിലാണ് അവർ വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ഒരു വേഷത്തിൽ വരും. ആ വേഷത്തിൽ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതുപോലെയുള്ളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. അതായത് ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന ഫാമിലി വ്ളോഗർമാർ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പി ലംബി എന്നൊക്കെ പറഞ്ഞ് കുറയുന്നുണ്ട് അവറ്റകള്. അതുപോലെ തന്നെ അമ്മനെ മീൻ വെക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, അപ്പം എന്നാ ഓളെ പേര്, ആ മീൻ വിറ്റ് വൈറലായ ഒരു പെണ്ണില്ലേ, നമ്മളെ രേണുസുദീൻ എന്തോ പറഞ്ഞ പെണ്ണ്, അത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമ്പോഴേ നമ്മളെ സീതാലിസം ആ ഒരു പ്രത്യേക വേഷത്തിൽ വന്നിട്ട്, ഒരു അമ്മച്ചിയുടെ വേഷത്തിൽ വന്ന് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് നരപ്പിച്ച് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദയാസുജിത്തിൻ്റെ വിഷയത്തിൽ എന്തായിരിക്കും, അവർ കൃത്യമായിട്ട് അവരുടെ നിലപാടുണ്ടാകും. പക്ഷേ ഷെഫീന ബീബി എന്ന് പറയുന്ന ഒരു വൻ മരം അവിടെ വീണ് കിടക്കുകയാണ്. ആ മരത്തിലൂടെ നമുക്ക് കയറാൻ വേണ്ടി പറ്റിയ സമയമല്ലേ. അതായത് ഷെഫീന ബീബി എന്ന് പറയുന്ന ആ മരത്തെ അങ്ങ് നമ്മൾ ഇതാക്കിയില്ലേ, ഇനി അതിൻ്റെ ചില്ലകൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കൂട് കെട്ടാം. ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിക്കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഴ്ചയായിരിക്കും. ഇനി ഇവരെ എണീച്ചു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുന്നത്ര അങ്ങോട്ട് ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയേ, ഷെഫീന ബീബിയുടെ ശത്രുക്കളായ ചിലർ പോലും നിലപാടിൽ വെള്ളം നിറച്ചില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഷെഫീന ബീബിയുടെ വിജയം. അതായത് ഷെഫീന ബീബി പറഞ്ഞത് നമ്മളാരും അംഗീകരിക്കുന്നുമില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർക്ക് വിമർശിക്കാം, പക്ഷെ അത് വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലായിരിക്കണം. അവർ കുറച്ച് കൂടിപ്പോയിനി അതിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഷെഫീന ബീബി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ മുൻ നിലപാടുകൾ, അങ്ങനെയുള്ള പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീബിയോട് കൂടെ തന്നെയുണ്ട്. അവരാരും ഷെഫീന ബീബി അവിടെ വീണു പോയപ്പോൾ മേക്ക് കയറാൻ പോയിട്ടില്ല. അവരൊന്നും ഷെഫീന ബീബിയെ ചവിട്ടി മെതിക്കാൻ പോയിട്ടില്ല. അതെന്തുകൊണ്ടാ? ശത്രുവാണെങ്കിലും നിലപാടുള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഷെഫീന ബീബിയായിട്ട് ഒരു ബന്ധമോ ഒരു കാര്യമൊന്നുമില്ല. അവരുടെ പല വീഡിയോസും നമ്മൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോസ് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഒരു ഇതുണ്ട്, അവർക്കൊരു പ്രേക്ഷകരുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ശരിയാണ്. പക്ഷേ ഷെഫീന ബീവി എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയെ തെറി വിളിച്ചത് പോട്ടെ, അത് വേറെ. പക്ഷെ ഇവർ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് ഇവർ തെറി വിളിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ഈ വഴിയിലൂടെ പോകുന്നവരൊന്നും വിളിക്കാറൊന്നുമില്ല. അപ്പം നമ്മൾ സീതാലിസം എന്ന് പറയുന്ന മേഡം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേഡം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ വേഷം ഇട്ടിട്ട് വരുന്ന ഞാൻ കരുതിയത്. പക്ഷെ ആ മേഡം ആ വേഷം ഇട്ട് വന്നിട്ടില്ല.
ആ വേഷമിട്ട് വരാതെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീബി എന്ന് പറയുന്ന ഒരു വൻമരം വീണ് കിടക്കുമല്ലേ. ഇനി എന്തിനാ വേറെ ഒരു കണ്ടന്റ്? അങ്ങനെ ഇങ്ങോട്ട് സിനിമാ താരങ്ങൾ അടക്കം ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിതാഭ് ബച്ചൻ സാറ് വരെ ചിലപ്പോൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടാവും ഷെഫീന ബീബി, ഷെഫീന ബീബി ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്തിനധികം പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക ലോകരാജ്യങ്ങളിലുള്ള തലവന്മാർ വരെ ഷെഫീന ബീബി ചോദിച്ചിട്ടുണ്ടാവും. അത്രയും ഭയങ്കരമായിട്ടുള്ള ഇതല്ലേ കൊടുത്തിരിക്കുന്നത് ഷെഫീന ബീബിക്ക്. ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വായുവിലിട്ട് ഇങ്ങനെ കറക്കുമല്ലേ. അതെല്ലാം എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടീമുകളുണ്ട്. ആരാ അറിയാം? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തോണ്ടി കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ആ സാധനങ്ങൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള ചില ടീമുകളൊക്കെ ഷെഫീന ബീബി എന്ന് പറയുന്ന സ്ത്രീയെ ഭയക്കുന്നുണ്ട്. അതായത് മറ്റേ ABCD MDMA ഗണ്ടിഎമ്മയും ഒക്കെ അടിക്കുന്ന ടീമുകൾ ഷെഫീനയെ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. ആ ടീമുകൾക്ക് എന്താ വലിയ പ്രഹരം കിട്ടുമെന്നറിയാം. അതുകൊണ്ട് കിട്ടിയ അവസരം മുതലെടുത്തിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നേ, ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു പിള്ളയാണ് നിലപാടെടുക്കേണ്ടത്. അവരൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഷെഫീന ബീബിയെ വിമർശിച്ചിട്ടുണ്ടാവും, അവരുടെ ആദ്യത്തെ വാക്കിനെ. അല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മകൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അവരെ മകളെ മുന്നിൽ നിർത്തി ഇവിടെ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ MDMI എന്നുള്ള കുറേ ടീമുകളും ഇതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഷെഫീന ബീബി ഒറ്റക്കൊന്ന് ഷെഫീന ബീബിയെ നേരിടുന്നത് ഇവർ എന്താ പറയുക ഈ വീഡിയോ ഇടുന്നത് അത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറ്റക്കാർ കുറേ ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പല രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും ഭയമുണ്ട്. അതുകൊണ്ട് ഇതോട് കൂടിയിട്ട് ഇവരുടെ കട്ടിയും പടവും അടക്കിയാലോ എന്നുള്ള ഇതിൽ മാത്രമാണ് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് അറ്റാക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിനി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, തല പോയാലും ശരി, നമ്മുടെ നിലപാട് ആ നിലപാട് എന്ന് പറഞ്ഞ ഒന്നൊന്നര നിലപാട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കോപ്രായങ്ങളെ ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കോപ്രായം കാണിക്കണമെങ്കിൽ കാണിച്ചോളൂ. അതിൻ്റെ വിമർശനം വരുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. വിമർശനം വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വൃത്തികെട്ട കമൻ്റ് എഴുതും. കാരണം ഈ ഞരമ്പന്മാർ കാത്തിരിക്കുകയാണ്. ഞരമ്പന്മാർ ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണ് ഞരമ്പന്മാർക്ക് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്? അതായത് ഇത് ആൾക്കാർ കാണാനാണെങ്കിൽ ഈ പിന്നെ എന്താ പറയുക ഈ ആൾക്കാരാണോ ഇത് കാണുന്നത്? ഇങ്ങനെയുള്ള ഫോട്ടോ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഞരമ്പന്മാരാണ് കാണുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നല്ല ആൾക്കാരൊന്നും അല്ല കാണുന്നത്. നല്ല ആൾക്കാരൊന്നും ഇത് കാണത്തില്ല. പക്ഷേ ഞരമ്പന്മാർക്ക് ഇത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്, അവർക്കൊരു മാനസിക സുഖമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വഴിക്ക് പോകരുത്. ഇനി സീതാലിസത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ സീതാലിസത്തിൻ്റെ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിലോ ഈ ഒരു കാര്യത്തിൽ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വളരെ മോശമായി പോയി. കാരണം എന്താ വെച്ചാൽ ആ ഒരു അമ്മമ്മയായിട്ട് വരുന്ന വേഷം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? സീതാലിസത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സീതാലിസം എന്ന് പറയുന്ന മേഡത്തിനും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അറിയാം. കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേ പോകുള്ളൂ എന്നും കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ മേഡം ഇതിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ലഘൂകരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാം. അതായത് ദയ എന്ന് പറയുന്ന ആ കുട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഷെഫീന ബീബിയെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ നിലപാട് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഷെഫീന ബീബിയെ നിങ്ങൾ വിമർശിച്ചോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. കാരണം അവർ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് നിങ്ങൾ പറഞ്ഞോ. എല്ലാവരും പറയുന്നല്ലോ അവർ പറഞ്ഞത് ശരിയല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ നിലപാട് എന്താണ്? സാധാരണ എല്ലാവരെയും വളരെയധികം എന്താ പറയുക തേച്ചൊട്ടിക്കുന്ന നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിലപാടുകൾ കുറച്ച് ലഘൂകരിച്ചില്ലേ എന്നാണ് എനിക്ക് സീതാലിസത്തോട് ചോദിക്കാനുള്ളത്. കുറച്ച് ലഘൂകരിച്ചു. കാരണം വെച്ചാൽ അധികമൊന്നും വേണ്ട, കുറച്ച് കുറവായിട്ട് മതി എന്നുള്ള തരത്തിൽ കുറച്ച് ലഘൂകരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞോട്ടാ. ബൈ ബൈ.